മൗറീഞ്ഞോ ദി സ്പെഷ്യൽ വൺ. പക്ഷേ ശരിക്കും മൗറീഞ്ഞോ ഇപ്പോൾ ദി സ്പെഷ്യൽ വൺ ആണോ? അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അദ്ദേഹത്തിനെ കഴിഞ്ഞ 5 വർഷം നോക്കുകയാണെങ്കിൽ സീരിയയിൽ 2.5 വർഷം, തുർക്കിഷ് ലീഗിൽ 1 വർഷം, പോർച്ചുഗൽ ലീഗിൽ 1 വർഷം. അവിടെ ഒന്നും കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ആകെ ഉള്ളത് യൂറോപ്പ കപ്പിൽ ഫൈനലിലെത്തി എന്നുള്ളത് മാത്രമാണ്. വേറെ മേജറായിട്ടുള്ള ഒരു കപ്പും അദ്ദേഹം നേടിയിട്ടില്ല. ആകെ പറയാൻ പറ്റുന്നത് ചാമ്പ്യൻസ് ലീഗിൽ ഫസ്റ്റ് ലെഗിൽ റയലിനെ തോപ്പിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിൽ റയലിനെ തോപ്പിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല. ആർക്ക് വേണേലും കഴിഞ്ഞ സീസണിൽ റയലിനെ തോപ്പിക്കാമായിരുന്നു. സോ എന്തുകൊണ്ട് മൗറീഞ്ഞോ റയലിൽ തിരഞ്ഞെടുത്തു എനിക്ക് മനസ്സിലാവുന്നില്ല. പ്ലേയേഴ്സിന്റെ ഈഗോയെ മൗറീഞ്ഞോ എങ്ങനെ മാനേജ് ചെയ്യുമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അവരെക്കാട്ടിലും വലിയ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള മൗറീഞ്ഞോ വന്നാൽ എന്താണ് റയലിൽ സംഭവിക്കാൻ പോവുക എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പ്ലേയേഴ്സ് ഇറങ്ങിയിട്ട് വേണമല്ലോ ഇവർ കളിക്കാൻ, അല്ലാണ്ട് മൗറീഞ്ഞോ ഇറങ്ങി കളിക്കൂലല്ലോ. സോ പെർസണ്ണൻ, താങ്കൾക്ക് എന്ത് സംഭവിച്ചു? മാഡ്രിഡ് ഫാൻ, ശരിക്കും ഈ തീരുമാനം ആപ്റ്റ് ആണോ അതോ പാളിയോ? പ്ലീസ് കമന്റ് യുവർ ഒപ്പീനിയൻ.